ഓക്കെ, നമ്മൾ പുറത്ത് പോവാണ്. ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അയ്യോ, നിൽക്കേണ്ടി വന്നില്ല, ബസ് വന്നു, പോയേക്കാം. ഓക്കെ, നമ്മൾ പുതിയൊരു വീഡിയോ എടുക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയമാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന പാലിൻ്റെയും ബാക്കി ഐറ്റംസിൻ്റെ ഒക്കെ കുപ്പി ഒരു ഡെപ്പോസിറ്റ് വാങ്ങും. അത് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് ആ ഡെപ്പോസിറ്റ് ക്യാഷ് തിരിച്ച് വാങ്ങണം. അങ്ങനെ ഡെപ്പോസിറ്റ് ക്യാഷ് വാങ്ങാൻ വേണ്ടി നമ്മൾ ബോട്ടിൽ ഡീപ്പോയിൽ തിരികെയാണ്. ബോട്ടിൽ ഡീപ്പോയുടെ അകത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇവരത് 1 ലിറ്ററിന് താഴെയും മേളിലുമായി 2 ഇതായിട്ട് സോർട്ട് ചെയ്ത് ഈ കൺവേയിലോട്ട് കയറ്റി ബാക്കിലോട്ട് ഇത് കൊണ്ടുപോകും. എന്നിട്ടിത് ഇവിടെ നിന്ന് റീസൈക്കിൾ ചെയ്യാനുള്ള സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. നോർമലി നമ്മൾ കുപ്പിയൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ ആൽബർട്ടയിൽ ഡെപ്പോസിറ്റ് വാങ്ങും അവർ. നമ്മൾ 25 സെൻറ്റ്സ് വലിയ കുപ്പിക്കും സാധാരണ 10 സെൻറ്റ് ഓരോ ചെറിയ കുപ്പിക്കും അമ്മമാർ ഡെപ്പോസിറ്റ് വാങ്ങും. തിരിച്ചുകൊണ്ട് കൊടുത്താൽ ഇതുപോലെ ആ പൈസ തിരിച്ച് കിട്ടും. കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. നമുക്ക് ചടങ്ങി ഞാനിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് അങ്ങനെ എനിക്കങ്ങനെ വലിയ യൂസ് വരുന്നില്ല. കൊണ്ട് കൊടുക്കുമ്പോൾ $2 പൈസ തിരിച്ച് കിട്ടി. ഒന്ന് മാറി എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ നമ്മളടുത്ത് ഇപ്പോൾ എൻവയറൺമെൻറ്റിലേക്ക് ഇരിക്കുന്നുണ്ട്. പണ്ട് എന്നെ ഒണ്ടാരികളായ സമയത്ത് കുപ്പിയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഏത് പാലോ ഡ്രിങ്ക്സോ ജ്യൂസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബോട്ടിലിൽ നിന്ന് ഡെപ്പോസിറ്റ് ഒന്നുമില്ല. നമ്മൾ ഗാർബേജിൻ്റെ ഇവിടെ ഡംപ് ചെയ്യുക യൂഷ്വലി ചെയ്യുന്നത്. പക്ഷേ ആൽബർട്ടയിൽ അത് വാങ്ങുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് അവർ ഡെപ്പോസിറ്റ് പിടിക്കും. അത് തിരിച്ചുകൊണ്ട് കൊടുത്താൽ തിരിച്ചു തരും. 25 സെൻറ്റ്സ് എങ്ങാണ്ട് വലിയ മിൽക്ക് ജഗ്ഗിനും ചെറുതിനെല്ലാം 10 സെൻറ്റ് വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതൊക്കെ വലിയ മുതലാകത്തില്ല. ഞാൻ അതുപോലെ ഒന്നും വാങ്ങുന്നില്ല. അല്ലെങ്കിൽ 1-2 മാസത്തെ സാധനം കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളവർക്ക് അത് കുഴപ്പമില്ലാത്തൊരു ഇതാണ്. കുറച്ചുകൂടെ അവർക്ക് മുതലാകും. കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റാണിപ്പോൾ. നല്ല ചൂടാണെന്ന് പറഞ്ഞു, 28-30 ഡിഗ്രി ചൂടാണെന്നാണ് രാവിലെ ഇത് കാണിച്ചത്. പക്ഷേ എവിടെയൊക്കെയോ സ്മോക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടേക്കോ വൈൽഡ് ഫയർ ഉള്ളതുകൊണ്ട് ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു ഇതുണ്ട്. അപ്പം കുപ്പി കൊണ്ട് ബോട്ടിലിൽ പോയി കൊടുത്തു. റീഫണ്ട് മറ്റേ ഡെപ്പോസിറ്റ് കിട്ടാനുള്ളത് കിട്ടി. വലിയ തുകയൊന്നുമില്ല, 2.2 ഉള്ളത്. ചുമ്മാ പേരിന് വീട്ടിൽ അത് സ്ഥലം കളയണ്ടെന്ന് അവിടെ വരെ നടന്നിട്ട് പോയതാണ്. എന്തായാലും പുറത്ത് ഷോപ്പിങ്ങിന് പോവുക, ആ വഴിക്ക് ഇതുകൊണ്ട് കളഞ്ഞിട്ട് പോകാം. ഒറ്റയ്ക്ക് നിൽക്കാൻ നമുക്ക് ഒട്ടും മുതലല്ല. നമുക്ക് ഒരാൾക്ക് എന്ന് പറഞ്ഞ് എൻ്റെ യൂസും വരുമ്പോൾ പാലും ഡ്രിങ്ക്സ് കൂടിയൊക്കെ തീരെ കുറവാണ്. അപ്പോൾ അത് വെച്ച് വലിയ ഡെപ്പോസിറ്റൊന്നും തിരിച്ച് കിട്ടുകയില്ല. ഇനിയും ബസ് വരുന്നത് നോക്കി ഏതെങ്കിലും സമയത്ത് ബസ് വന്നാൽ കയറി പോകണം. ഓപ്പോസിറ്റ് കാണാൻ നിൽക്കുമ്പോട്ടെ ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റാണ് തോന്നുന്നത്. ഡ്യൂപ്ലെക്സ് ആണോ കോണ്ടോസ്, അതെ ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ്. ഇപ്പോഴും പബ്ലിക്കിൽ വീഡിയോ എടുക്കുന്ന നല്ല പാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ നല്ല 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 പാടാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് നമ്മളിപ്പോൾ ടൗൺ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ട് കുറച്ചായി. ഒരു വർഷം മുന്നെയാണ് ഞാൻ ഈ ബസ് റൂട്ട് അവസാനമായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാലും പുറത്തുനിന്നുള്ള വിഷ്വൽസ് എല്ലാം ചെറുതായിട്ടൊന്ന് കാണിച്ച് മുന്നോട്ട് പോയത്. ഇതിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ബസ്സിലൊന്നും വലിയ ആൾക്കാരില്ല. ഞാൻ നിൽക്കുന്ന ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളില്ലാത്തത് കൊണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രമേ വണ്ടി പോകത്തുള്ളൂ. അത് വലിയൊരു ഫോൾട്ടാണ്. 2 ഡയറക്ഷനിലോട്ടും ബസ് സ്റ്റാൻഡും അതായത് സ്റ്റോപ്പുകളെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ കറൻ്റ്ലി സർവീസ് ഒരു സൈഡിലൂടെ മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഇപ്പം നമ്മൾ ടൗൺ സെൻറ്റർ എത്തി. ഇപ്പം ഇവിടുന്ന് നമ്മൾ നടന്ന് ഫ്രഷ് കടയിലോട്ട് പോവുകയാണ് നമുക്ക് സാധനം വാങ്ങാൻ, ഗ്രോസറി വാങ്ങാൻ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ അടുത്ത് വേറൊരു കടയുണ്ട്. അവിടെ പോയി നല്ല ഡോണട്ട് കിട്ടും, നല്ല വിശപ്പ്. അപ്പോൾ അവിടെ പോയി ആദ്യം ഡോണട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ഫ്രഷ് കടയിലോട്ട് പോകാം. ഒരു വിലയായിട്ടൊന്നും കഴിച്ചില്ല. ഇവിടെ ചെറിയ വേറൊരു കടയിൽ
ഡോണറ്റ് കിട്ടും. 1-2 ഡോണറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഒരെണ്ണം കഴിച്ച് അത് കഴിഞ്ഞ് നോക്കാം. കടയ്ക്കകത്ത് ഇങ്ങനെ ഒരു ഷെൽഫിനകത്താണ് ഡോണറ്റൊക്കെ വെച്ചേക്കുന്നത്. പല ടൈപ്പിൽ, പല ഫ്ലേവറിലുള്ള, പല ഷേപ്പിലും പല ഫ്ലേവറിലുള്ള ഡോണറ്റുണ്ട്. നമ്മളിപ്പം റെയിൻബോ സ്പ്രിങ്കിൾസ്, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ്, അങ്ങനെ ഒത്തിരി ഫ്ലേവറിൽ ഡോണറ്റ് അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ മിച്ചമുള്ളത്. സാധാരണ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരെണ്ണം പോലും മിച്ചം കാണുകയില്ല. നാട്ടിൽ നമ്മൾ പപ്സും ബട്ടർ മണൊക്കെ കഴിക്കുന്ന പോലെ ഇവിടുത്തെ ഒരു ഓപ്ഷനാണിത്. ഇപ്പം ഞാനും കഴിക്കാൻ വേണ്ടി 2 ഡോണറ്റ് ചൂസ് ചെയ്തു. എക്ലെയർ ടൈപ്പിൽ വിത്ത് ക്രീമും ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും ഉള്ള ഒരെണ്ണവും, പിന്നെ മുന്തിരിങ്ങയൊക്കെ ഇട്ട് വേറൊരു ഫ്ലേവറുള്ള വേറൊരെണ്ണവും ചൂസ് ചെയ്തു. കുഴപ്പമില്ല, ഞാൻ 2 മുന്നേ ട്രൈ ചെയ്തിട്ടുള്ള ഡോണറ്റാണ്. പക്ഷെ ഇപ്പോൾ നല്ല വിശപ്പ്, ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയത്തായി, സമയം 4 മണിയായി. രാവിലെ കഴിച്ചതാണ്, രാവിലെ എണീറ്റപ്പോൾ കഴിച്ചതാണ്. കുഴപ്പമില്ല. ഇത് കഴിച്ച് വിഷമം വരാം. വീട്ടിൽ പോയിട്ട് വല്ലതും ഉണ്ടാക്കുമ്പോൾ വല്ലതും ചെയ്യണം. കാണാൻ കണ്ടിരിക്കും. ഇതിപ്പോൾ എന്താ, ചുമ്മാ ഒരു ബ്രെഡിങ്ങും, ഇതിപ്പോൾ എക്ലെയർ ടൈപ്പ് സാധനം. ഇപ്പോൾ ചുമ്മാ ബ്രെഡിങ്ങും, ഡോയുടെ ബ്രെഡിങ്ങും, മേളി ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇട്ട സാധനമാണ്. ഇത് കഴിഞ്ഞിട്ട് പയ്യെ ഇറങ്ങി പോകാം. ഒരാൾ കൂടെ ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നമുണ്ട്. ഇതിവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ബാഗ് വെച്ച് ഞാൻ ഒപ്പിച്ചൊരു വിധം ഒരു സ്പോട്ട് ഒപ്പിച്ച്. ഈ സാധനം ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മറ്റേത് വീട്ടിൽ എത്തിയിട്ട് കഴിക്കാം. എടുത്ത് വെക്കട്ടെ. അയ്യോ, ക്രീമൊന്നും ആയില്ലല്ലോ അല്ലേ. സെൻറ്റർ തന്നെ അടുത്ത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അതാണെങ്കിൽ ആ കാണുന്നതാണ് ട്രാൻസ്ഫർ ആകുന്ന ബസ് സ്റ്റാൻഡെങ്കിൽ ഇവിടെ തന്നെ മാറി അടുത്തുള്ളൊരു കടയാണിത്. പക്ഷേ ഈ കടയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കത്തി റേറ്റാണ്. ഒരുമാതിരി കാശുകാർക്ക് മാത്രം വാങ്ങാൻ പറ്റുന്ന റേറ്റിലാണ് സാധനത്തിൻ്റെ റേറ്റൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആകെ ഡോണറ്റ് മാത്രമേ വാങ്ങാൻ കൊള്ളത്തുള്ളൂ, അല്ലെങ്കിലുള്ള സെയിലും വരണം. കടയിൽ നിന്ന് എൻ്റെ ബഡ്ജറ്റിൽ ഡോണറ്റ് മാത്രമേ വാങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും കത്തി റേറ്റാണ് എല്ലാത്തിനും. സാധാരണ നമ്മൾ വാൾമാർട്ടിന് ഓഫേഴ്സ് അല്ലാതെ സാധാരണ കടയിൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേറ്റിംഗ് അല്ല അവിടെ സാധനങ്ങൾക്ക്. സെയിം ഐറ്റമാണ്, സെയിം കമ്പനിയുടെ സെയിം പ്രൊഡക്ട്സാണ്. പക്ഷേ വല്ലാത്തൊരു അവിടെ വരുന്ന ആൾക്കാരും ഇച്ചിരി റിച്ചാണ്. പക്ഷേ ഈ സാധനം ഡോണറ്റ് അതിന് പൈസ കൂടുതലാണ്, പക്ഷെ എന്നാലും രുചി ഉള്ളതുകൊണ്ട് നമുക്ക് ഒതുക്കാം. ഇന്ന് പറ്റിയ ബൈക്കാനായാലും വരുവാണെങ്കിൽ ബൈക്ക് ഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇരുന്നാണ്. പക്ഷേ ആരും കാണുന്നില്ല റോട്ടിൽ. ഒരു നൈസ് കാറ് കുറച്ചുകൂടി പോയായിരുന്നു, പക്ഷേ അതും ഞാൻ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട സമയത്താണ് വണ്ടി അവിടെ സിഗ്നൽ വന്ന് കിടന്നത്. അപ്പോൾ എനിക്ക് ക്രോസ് ചെയ്യുകയാണ് 10 സെക്കൻഡ് കൊണ്ട് എല്ലാത്തൊരു വീഡിയോ എടുത്ത് ക്രോസ് ചെയ്യാൻ വന്നിക്കുക. അയ്യോ, തെളിഞ്ഞ തെളിഞ്ഞ അപ്പോൾ ഇവിടെ നോർമലി സാധനങ്ങൾ വാങ്ങാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചിൽ പൈസ നിൽക്കുന്നത് നോഫ്രിൽസ്, വാൾമാർട്ട്, റെഷ്കോ ഇതുപോലെ സ്ഥലങ്ങളിലാണ്. പക്ഷേ ഞാൻ മിക്കവാറും ഷോപ്പിംഗ് അവിടെ തന്നെ ആയിരിക്കും. ബസ് ഒന്നെങ്കിൽ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ശനിയാഴ്ച കണ്ട് സാധനം വാങ്ങാൻ ഇറങ്ങും. അയ്യോമേ,
ഓക്കെ വാ. നടന്ന് നമ്മൾ ഫ്രഷ്ക്ക് അടുക്കാറായി. അപ്പോൾ കടയിൽ പോയിട്ട് പാലും മുട്ടയൊക്കെ തീർന്നിരിക്കുകയാണ്. പക്ഷേ ഈ ആഴ്ച ജ്യൂസിന് സെയിലുണ്ട്. മിക്കറും പാൽ സ്കിപ്പ് ചെയ്തിട്ട് ജ്യൂസിലേക്ക് കിടക്കും. എനിക്ക് അറിയില്ല, ചെന്നിട്ട് നോക്കണം. ഇതൊക്കെ ചുവന്നുകൊണ്ട് പോകാനുള്ള സംഭവം നോക്കിയിട്ട് വേണം ഇത് വാങ്ങാൻ. കുറച്ച് സാധനങ്ങൾ സെയിൽ കിടപ്പുണ്ട് ഈ ആഴ്ച. ഹാലോവീൻ പ്രമാണിച്ചതാണോ അതോ അല്ലാതെ ഇട്ടതാണെന്ന് എനിക്കറിയത്തില്ല. നൈസ് എല്ലാത്ത ടൈപ്പ് വീട്. ഇത് ഫോക്കസായി വരുന്നുണ്ട്. എൻ്റെ ചുമ്മാ പോയിട്ട് ഊതി കളഞ്ഞാലോ, കിട്ടുന്ന പോലുമില്ല. അതിലും ഭേദം ഒന്നുകൂടെ പറിച്ചിട്ട് ആ വഴിക്ക് പോകുമ്പോൾ കുലുക്കി കളയാം. ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ പിന്നെയും സിഗ്നലിൽ പെട്ട് കിടക്കുകയാണ്. അവസാനം നടന്ന് കർഷക എത്തി. അയ്യോ, ഫ്ലയർ നോക്കിയിട്ട് സാധനം വല്ല ഉണ്ടെങ്കിൽ അത് വാങ്ങണം. ക്രസ് ചെയ്ത് അതിനേക്കാളും വിലക്കുറവുണ്ട് മന്തിരിങ്ങയ്ക്ക് ഇത്തവണ. ഒരു മന്തിരിങ്ങ വെക്കി ഫ്ലയർ സെയിലുള്ള ഐറ്റംസ് ഒക്കെ കാണിക്കുന്ന ഐറ്റം. ജ്യൂസ് സെയിൽ കിടപ്പുണ്ട്, ചിക്കൻ കിടപ്പുണ്ട്. ഓക്കെ, കാരണം കണ്ടിട്ട് ഇത് കൊള്ളാം. നമ്മൾ ഓക്കെ മന്തിരിങ്ങ കിടപ്പുണ്ട്, മാംഗോ ജ്യൂസ് കിടപ്പുണ്ട്. പക്ഷെ നല്ല പ്രൈസാണ്. അതായത് ഇത്ര 1 കിലോയോളം 5 ഡോളറിന് ഇത്രയും ഡ്രം സ്റ്റിക്സ് നൈസ് പ്രൈസാണ്. 2 ചിക്കൻ പൊക്കി നമ്മൾ $10 ആയുള്ളൂ. അതായത് 2-2.25 കിലോ കാണും. അത് നൈസ് ഡീലായിരുന്നു. ഫ്രോസൺ നോക്കാൻ വേണ്ടി വന്നു, പക്ഷേ ഇത് മതി. സാധാരണ വാങ്ങാറ് ഈ ഐറ്റമാണ്. അതായത് ഇങ്ങനെ ഐസ് ഗ്ലേസ്ഡ്. അപ്പോൾ ഓരോ കാലും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഫ്രോസൺ ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. $14 3 കിലോ. ഇടയ്ക്ക് $8 വരാറുണ്ട്. 30 കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് അടുത്ത് വേണം വാങ്ങാൻ. കാരണം ഇതെല്ലാം കൂടെ ചെന്നു കഴിഞ്ഞാൽ മുട്ട അവിടെ വീട്ടിൽ എത്തുന്ന ഒരു ഉറപ്പില്ല. അത്യാവശ്യം കുഴപ്പമില്ല, ഡീല. നല്ല ടേസ്റ്റുള്ള സാധനമാണത്. $1 നൈസാണത്. ഒരു ഫ്രഞ്ച് വാനിലയും ഒരു ക്യാരമൽക്കും പൊക്കി. ഓക്കെ, നമ്മൾ ഈ ഐറ്റംസ് ഒന്നും നമ്മൾ ഇതിനെ ആഡ് ചെയ്തിട്ടില്ല. മാംഗോ ജ്യൂസ് തപ്പിപ്പോൾ, പക്ഷെ കാണുന്നില്ല. ഇവിടെ വേറെ നൂഡിൽസ് സെക്ഷനൊക്കെ ഉണ്ട്. കൊറിയൻ ഐറ്റംസും ഷിൻ റാമയൂണും ബുൾഡാക്കാതെ സ്പൈസി എരിവുള്ള ഐറ്റം ഇല്ലേ, മറ്റേ സാമ്യം ഇരിച്ച് പോയുന്ന ഐറ്റം. നോർമലി ഞാൻ സ്ഥിരം വാങ്ങാറുള്ള ഐറ്റം. ഈ നടക്കുകയാണ്. നടന്ന് ഞാൻ മറ്റേ സെക്ഷനിൽ എത്തിയായിരുന്നു. കണ്ടുപിടിച്ച് അവസാനം കിട്ടി. ഇവിടെ മാംഗോ തിണ്ടികളെ തീർത്തോ? അത് ഇല്ല, ഇവിടെ ഉണ്ട്. കൊച്ചൻ ഇവിടെ ഉണ്ട്. സേഫ്. എത്രണ്ണം പൊക്കണം? ഒരു 10 പൊക്കിയാലോ? പൊക്കിയില്ല, 6 ഒതുക്കി. ഇത് മതിയാകും, നോക്കാം. ബില്ലടയ്ക്കാം. തിരിച്ചപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബസ്സിൽ കയറി വീടെത്തുക. പറ്റിയ ചിക്കൻ എയർ ഫ്രൈ അടിക്കണം. നോക്കാം, വീട്ടിൽ നോക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. ചെറിയൊരു വെയിലുണ്ട്. ശരിയാണ്, ബാക്കി പിന്നെ കാണാം. ഒരുപാട് നേരമൊന്നും നോക്കി നിൽക്കേണ്ടി വന്നില്ല. ബസ് വരുന്നുണ്ട്. ബാക്കി നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് സംസാരിക്കാം. ബസ്സിൽ നിന്ന് ഇറങ്ങി എൻ്റെ അയ്യോ എല്ലാം വാങ്ങിച്ച് തിരിച്ചെത്തി. നമ്മൾ ഈ സാധനം കൊണ്ട് വീട്ടിൽ കയറിയാൽ മതി. എൻ്റെ പൊന്നോ, ബസ്സിൽ നിന്ന് ഇറങ്ങി വൈകി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടെത്തി. സാധനം എത്തിച്ചിട്ടുണ്ട്. ചിക്കൻ നമുക്ക് പോർഷൻ ചെയ്ത് ഫ്രീസറിൽ കയറ്റണം. അത്യാവശ്യം നല്ല ലാഭമായിരുന്നത്. നോർമലി കിട്ടുന്ന ഒരു ഇതിലാണ്. അതായത് $5.9 $1.3
kg. കുഴപ്പമില്ല, നല്ല ഡീലാണ്. 200 രൂപയ്ക്ക് 1 കിലോ. അവിടെ എത്ര കഷ്ണമുണ്ട്? 2, 4, 6, 8, 10, 12, 16, 15 കഷ്ണം. വലിയ കുഴപ്പമില്ല. 3-4 വെച്ച് ഫ്രൈ അടിച്ചാൽ പോലും എത്ര 4 നേരത്തേക്കുണ്ട്. അപ്പോൾ 5 ചില്ലാതിന് $1 ഒരു നേരം പറഞ്ഞു വിടാം. നൈസ്. മറ്റേ നമ്മൾ ഡയറക്റ്റ് ഫ്രീസർ കയറ്റി 4 കഷ്ണം എയർ ഫ്രൈ ചെയ്യാൻ മാറ്റിയിട്ട് ബാക്കി നമുക്ക് തിരിച്ചു വെക്കാം. നോക്കട്ടെ, കണക്കൊന്നുമില്ല, ഇതിൻ്റെ ഒരു മണക്ക് ആവാം. കുരുമുളക് പൊടി, മുളക് പൊടി, എല്ലാവരും കറി പൗഡർ, സ്ഥലമൊക്കെ പുരട്ടി അവന്മാർ ഞാൻ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര എണ്ണ മതിയാകും. എന്നിട്ട് അത് വെച്ച് ഫ്രൈ അടിക്കാം. ഇനി ഇവന്മാരെ ഇത് കഴിഞ്ഞ് ഇതാണ് കോലം. നാലന്മാരെ നമുക്ക് 15. ബാക്കി ചിക്കൻ നമ്മൾ ഫ്രീസറിലും കയറ്റി സാധനമായി വരുന്നുണ്ട്. കുഴപ്പമില്ല, 2 ഇരിക്കട്ടെ. ഓക്കെ, സംഭവമായിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഷാപ്പാടടിക്കാം. ചപ്പാത്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ അരപ്പ് നൈസായിരുന്നു തൊട്ട് ഇട്ട് കഴിക്കാൻ. എന്തായാലും നമുക്ക് ചിക്കനായിട്ടുണ്ട്. കുറച്ച് സോസ് ഇട്ടിട്ട് ഒരു പിടി പിടിക്കാൻ. കുറച്ചായി, 1-2 മാസമായി നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയിട്ട്. എന്തായാലും കണ്ടിട്ട് കുഴപ്പമില്ല. കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും വേറെ കുറച്ച് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. നൈസ്. കുറച്ച് കെച്ചപ്പും ശ്രീരാച്ചയും വേറെ കുറച്ച് ഐറ്റം ഇട്ടിട്ട് ഡിപ്പിങ് സോസ് എടുത്ത് വയ്ക്കാം. താക്കട്ടില്ല, ഗ്രോസറിയൊക്കെ കഴിഞ്ഞ് ഫുഡായിട്ടുണ്ട്, കഴിക്കാൻ പോവാം. ശരി എന്നാൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെങ്കിൽ ബൈ ബൈ. താങ്ക് യു.